ജൈനമ്മ കൊലപാതകത്തിലും ആലപ്പുഴ തിരോധാന കേസുകളിലും പ്രതിയായ സെബാസ്റ്റിനെതിരെ കൂടുതൽ കേസുകളിൽ അന്വേഷണം. ചേർത്തല തിരുവിഴയിൽ നിന്ന് കാണാതായ സിന്ധുവിന്റെ കേസ് ബിന്ദു ഐഷ കേസുകൾക്കൊപ്പം ക്രൈംബ്രാഞ്ച് പുനരന്വേഷിക്കും. അതേസമയം മാസങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റിന്റെ വീട്ടുപരിസരത്ത് നിന്ന് കനത്ത പുക ഉയർന്നിരുന്നുവെന്ന് അയൽവാസി ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. അമ്പലത്തിൽ പോയി വഴിപാട് നടത്തട്ടെന്നും പറഞ്ഞിട്ട് പോക്കാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ മേല ഈശ്വര. ഞങ്ങൾക്ക് എൻ്റെ മകളൊന്നും എവിടെയെങ്കിലും ഉണ്ടെന്നെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി ഈശ്വര. ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡിൽ വള്ളക്കുന്നത്തുവേളിൽ സിന്ധുവിനെ കാണാതാകുമ്പോൾ പ്രായം 43 വയസ്സ്. 2020 ഒക്ടോബർ 19-ാം തീയതി വൈകിട്ട് 6:30-ക്ക് വീട്ടിൽ നിന്ന് തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയതാണെന്ന് കുടുംബം പറയുന്നു. പിന്നീട് ആരും സിന്ധുവിനെ കണ്ടിട്ടില്ല. മകളുടെ വിവാഹത്തിന് 2 മാസം മുൻപാണ് സിന്ധുവിനെ കാണാതാകുന്നത്. വിവാഹത്തിനുള്ള സ്വർണമടക്കം കരുതി വച്ചിരുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന സിന്ധു ഒറ്റയ്ക്കാണ് 2 പെൺമക്കളെയും വളർത്തിയത്. 4 വർഷത്തോളം കേസ് അന്വേഷിച്ച അർത്തുങ്കൽ പോലീസിന് സിന്ധു ക്ഷേത്രത്തിലെത്തി എന്നതിനപ്പുറം ഒരു തുമ്പും കണ്ടെത്താനായില്ല. തുടർന്ന് കേസ് എഴുതിത്തള്ളി. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ സിന്ധു ഉറപ്പായും വിവാഹത്തിൽ പങ്കെടുക്കുമായിരുന്നെന്നും കുടുംബം പറയുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകളുടെ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ സിന്ധു കേസും പുനരന്വേഷിക്കാനാണ് തീരുമാനം. ബിന്ദു പത്മനാഭൻ, ഐഷ കേസുകൾക്കൊപ്പമാണ് ക്രൈംബ്രാഞ്ച് ഈ കേസും അന്വേഷിക്കുക. അതേസമയം സെബാസ്റ്റ്യനിലേക്ക് സംശയമുനനീളുന്ന വെളിപ്പെടുത്തലുമായി അയൽവാസിയും സഹപാഠിയുമായ ഹരിദാസ് രംഗത്തെത്തി. വീടിനകത്ത് സ്ത്രീയെ പാർപ്പിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നും മാസങ്ങൾക്ക് മുൻപ് വീട്ടുപരിസരത്ത് കനത്ത പുക ഉയർന്നിരുന്നുവെന്നും ഹരിദാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവിടെ നിന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അവിടെ വാതിലൊക്കെ അവളെ അടിക്കുകയൊക്കെ ചെയ്തു. സ്ത്രീ വിഷയത്തിലൊക്കെ അയാളാക്കാർ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സ്ത്രീ വിഷയത്തിൽ അവന് വളരെ ആക്റ്റീവായ കക്ഷിയാണ് അയാൾ. ജൈനമ്മ കൊലക്കേസിൽ അടുത്ത ദിവസം സെബാസ്റ്റ്യനുമായി വീട്ടിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. പുതുതായി ഗ്രാനൈറ്റ് പാകിയ സ്ഥലം പൊളിച്ച് പരിശോധന നടത്താനും നീക്കമുണ്ട്. നേരത്തെ ക്രൈംബ്രാഞ്ച് വീടിനകത്ത് രക്തക്കറ കണ്ടെത്തിയിരുന്നു. ജൈനമ്മ കേസിൽ അന്വേഷണം ജയിച്ചു. മറ്റു 3 പേർക്കും എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? വെളിപ്പെടുത്തലും കേസുകളുടെ എണ്ണവും ഇനിയും കൂടുമോ? കണ്ടറിയാം. ആലപ്പുഴയിൽ നിന്നും VS അനുരാഗ്, ന്യൂസ് മലയാളം.